മാനുഷിക പരിഗണന ചെയ്ത നിങ്ങൾ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ്. മാനുഷിക പരിഗണനയാണ്. ആ പയ്യൻ നിങ്ങൾ ചികിത്സ കൊടുക്കണ്ടേ? നിങ്ങൾ സിസ്റ്റത്തെ വിളക്കാതിരിക്കാനാണ് ഡോക്ടറെ കൊണ്ടുപോയത്. ആര് പറഞ്ഞാലൊന്നും ഇത് ജനാധിപത്യമാണ്. മനസ്സിലായില്ലേ? ആ ജനാധിപത്യം നിങ്ങൾ കേസെടുത്ത് മൂക്കി കയറ്റണേ. ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പോലീസ് ഗുണ്ടാരാജിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 22-ാം തീയതിയാണ് ഹരിപ്പാട് ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ വിയപുരത്ത് ഒരു വിദ്യാർത്ഥിയെ വാഹനത്തിന് കൈകാണിച്ചു നിർത്തിയില്ല എന്നതിന്റെ പേരിൽ ഭീകരമായി പോലീസ് മർദ്ദിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തലമുറയിൽപ്പെട്ടവർ മോഡിഫിക്കേഷന്റെ ഭാഗമായി വാഹനത്തിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ആ മോഡിഫിക്കേഷൻ നടത്തി എന്നതിന്റെ പേരിലാണ് വാഹനം തടയുകയും ആ വാഹനത്തെ നിർത്തിയില്ല എന്നതിന്റെ പേരിൽ വിദ്യാർത്ഥിയെ ക്രൂരമായി പോലീസ് ആക്രമിക്കാനും തയ്യാറായി. ആക്രമിച്ചു എന്നുള്ളതിനപ്പുറം അതിഭീകരമായൊരവസ്ഥ, ഇങ്ങനെ പോലീസ് ആക്രമിച്ചതിൽ പരാതി വരാതിരിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ വ്യാജ കേസ് ക്രിയേറ്റ് ചെയ്യുകയും കൂടി ചെയ്തിട്ടുണ്ട്. ആ വാഹനം പിടിച്ചെടുത്തു, വ്യാജ കേസെടുക്കുന്നു. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഭ്യന്തര വകുപ്പിനകത്ത് പോലീസ് കെടുകാര്യസ്ഥതയുടെയും ഗുണ്ടാരാജിന്റെയും ഭാഗമായി മാറുകയാണ്. ഇന്നാണിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ പട്ടണത്തിൽ ഈ ഇലക്ട്രിക് വൈദ്യുതി പോകുന്നതുമായി ബന്ധപ്പെട്ട് പോസ്റ്റിട്ടതിന്റെ പേരിൽ, ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന്റെ പേരിൽ പോലീസ് ഇപ്പോൾ ഫോൺ പിടിച്ചു മേടിക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇങ്ങനെ പോലീസ് അസഹിഷ്ണുതയുടെ ഭാഗമായി ഗുണ്ടാരാജ് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം വരുത്തണം. കേരളത്തിനകത്തെ ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക്, സാധാരണപ്പെട്ട മനുഷ്യർക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും ആകെ സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ആ ക്രമസമാധാന രംഗം തന്നെ തകർത്ത് ക്രൂരമായി ജനങ്ങളെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതിനെതിരായി ശക്തമായ സമരം എടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത്. വരും ദിവസം ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ മാർച്ച് ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ, പ്രക്ഷോഭ പരിപാടികൾ ഡിവൈഎഫ്ഐ ആലോചിക്കും.